ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആം ആദ്മി പുറത്തേക്ക് വരികയാണ്. ഇന്ത്യ മുന്നണി തന്നെ പരിങ്ങലിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. ആം ആദ്മിയും അതേ രീതിയിൽ തന്നെ പോവുകയാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഭാവി തീർന്നോ എന്നാണ് നമുക്ക് സംശയം. ഈ എച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് എത്ര ശരിയാണ്. ബി ജെ പിക്കെതിരെ, ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു മുന്നേറ്റം സംഭവിക്കണമെങ്കിൽ ബി ജെ പി ഇതര കക്ഷികളെല്ലാം ഒന്നിച്ച് നിൽക്കണമെന്ന സാമാന്യ യുക്തിയിൽ നിന്ന് മാത്രമാണ് ഇന്ത്യ മുന്നണി ഉണ്ടായത്. അതല്ല എന്ന് ആരും ചിന്തിക്കുന്നതുമില്ല. ഒരിക്കൽ പോലും പരസ്പരം യോജിക്കാനാവാത്ത കക്ഷികളാണ് ആം ആദ്മി പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. ഉള്ള കാരണം അവർ രണ്ട് സംസ്ഥാനങ്ങളിൽ, ഡൽഹി എന്ന സംസ്ഥാനം കോൺഗ്രസ് ദീർഘകാലം മത്സരിച്ച് കോൺഗ്രസിൻ്റെ കുത്തക അവസാനിപ്പിച്ച് കോൺഗ്രസിൻ്റെ അണികളെ ഉൾപ്പെടെ കൊണ്ടുപോയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അത് മാത്രമല്ല പഞ്ചാബിൽ കോൺഗ്രസ് ആണ് ഡോമിനൻ്റ് ഫോഴ്സ് ആയിരുന്നു. ഡോമിനൻ്റ് ഫോഴ്സ് ബി ജെ പിക്ക് ചെറിയ തോതിൽ സാന്നിധ്യം മാത്രമേ ഉണ്ടായിരുന്നു. അകാലങ്ങളിൽ നല്ല സാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടേക്കാണ് ഒരു പുതിയ പാർട്ടി എന്ന നിലയിലേക്ക് ആം ആദ്മി പാർട്ടി ഇരച്ചെത്തുന്നത്. അപ്പം പഞ്ചാബിലും ഡൽഹിയിലും കോൺഗ്രസ് പാർട്ടി ആൻഡ് ആം ആദ്മി പാർട്ടി cannot come together. ഒരിക്കൽ പോലും അടുത്ത് വരാനാവില്ല. പഞ്ചാബിൽ ഒരിക്കലും വന്നിട്ടുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരീക്ഷണം എന്ന നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒന്നിച്ചു മത്സരിച്ചു. എന്നിട്ട് എന്തായിരുന്നു ഫലം? കമ്പൈൻഡ് ആപ്പ് ആൻഡ് കോൺഗ്രസ് ഫോഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിക്ക് ജയിച്ചു വരാനായി. അപ്പോൾ ഇവിടെ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും പരസ്പരം വോട്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാനാവില്ല. ഒരിക്കൽ പോലും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഹരിയാനയിൽ നല്ല ശക്തിയുണ്ടല്ലോ. അവിടെ ആം ആദ്മി പാർട്ടി മത്സരിച്ച് ഒരു സീറ്റ് കൊടുത്തു. കുരുക്ഷേത്ര സീറ്റാണെന്ന് തോന്നുന്നു. ഒരു സീറ്റ് കൊടുത്തു. അത് മത്സരിച്ച് പരാജയപ്പെടാനായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ നിയോഗം. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തിക്കുകയും ആം ആദ്മി പാർട്ടി വളർന്നു വരുന്നത് കോൺഗ്രസിന് സ്വീകാര്യമല്ലാത്ത നിലയിലേക്ക് വരികയും ചെയ്തു. കാരണം ബി ജെ പി എതിർക്കാൻ പാൻ ഇന്ത്യ ലെവലിലുള്ളത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ പറയുന്നു ആം ആദ്മിയുടെ ഇപ്പോഴത്തെ വാദഗതി ബി ജെ പിയും കോൺഗ്രസും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അവർ പരസ്പരം ചേർന്ന് അല്ലെങ്കിൽ അമ്മനും തൊമ്മനും കളിക്കുന്നു, അല്ല എങ്കിൽ അവരൊരു ചക്കളത്തി പോരാട്ടത്തിലാണ്, ഗൗരവമുള്ള ഒരു പോരാട്ടത്തിലല്ല. ഈ രാഹുൽ ഗാന്ധി തൻ്റെ പ്രസ്താവനകളിലൂടെ ബി ജെ പിയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ബി ജെ പി ഇൻ റിട്ടേൺ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഗാന്ധി നെഹ്റു ഫാമിലിക്കും എതിരെയുള്ള കേസുകളിൽ മെല്ലപ്പോക്ക് നയം സ്വീകരിക്കുന്നു എന്ന രീതിയിൽ ബി ജെ പിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ബ്രാക്കറ്റ് ചെയ്യുന്ന ഒരു നയമാണ് ഇപ്പോൾ ആപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നത് ഒരു പക്ഷേ ചിന്തനീയമായ കാര്യമാണ്. അതിനകത്ത് വലിയ ലോജിക്കില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആം ആദ്മി പാർട്ടിക്ക് ഇന്ത്യ മുന്നണിയിൽ നിൽക്കാനാവില്ല കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം. അതേസമയം തൃണമൂൽ കോൺഗ്രസുമായി യോജിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ ശരത് പവാറിൻ്റെ കക്ഷിയുമായി യോജിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഒരുപക്ഷെ ഇടതുപക്ഷവുമായി യോജിക്കുന്നതിന് ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ കോൺഗ്രസുമായി യോജിക്കാൻ സാധിക്കില്ല. അത് അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഔപചാരികമായി ഇന്ത്യ മുന്നണിയുടെ ബന്ധം വിച്ഛേദിച്ചു. എന്നാൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രമേയങ്ങൾ വോട്ടിനിടുന്ന സമയത്ത് തന്ത്രപരമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയും ചെയ്യും. അങ്ങനെയാണ് ബി ജെ പി വിരോധം ആരാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിലാണ് കോൺഗ്രസും ആപ്പും തമ്മിൽ മത്സരം. അപ്പോൾ ഈ ഒരു സംശയം ഉണ്ടാകും, നമുക്ക് ഇന്ത്യ മുന്നണി അപ്പോൾ ശിഥിലമാകുന്ന ഒരു രീതിയിലേക്ക് ആകത്തില്ല? ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു പെർമനന്റ് അറേഞ്ച്മെന്റ് അല്ല. തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉണ്ടായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാത്രമായി ഉണ്ടായ ഒരു താൽക്കാലിക സംവിധാനം, ആഡ് ഹോക്ക് അറേഞ്ച്മെന്റ്. ഇതിനെ നമുക്കൊരു അനോമിക് ഫിനോമിനൻ എന്ന് പറയാം. ഒരു പെട്ടെന്നുണ്ടായ ഒരു സമ്മർദ്ദം. ബി ജെ പി മൂന്നാം ഊഴവും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴവും സംഭവിക്കാൻ പോകുന്നു. ഇപ്പോൾ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. അതുകൊണ്ട് പരമാവധി പ്രാദേശിക കക്ഷികൾ, അങ്ങനെയാണ് സമാജ്വാദി പാർട്ടി, അതുപോലെ അത് ഉത്തർപ്രദേശിൽ, അതുപോലെ രാഷ്ട്രീയ ജനതാദൾ ബീഹാറിൽ, അതേപോലെ പല പാർട്ടികൾ, പ്രാദേശികമായി DMK ഉൾപ്പെടെയുള്ള പ്രാദേശിക ശക്തി ഉള്ള പാർട്ടികൾ, തൃണമൂൽ കോൺഗ്രസുമായി യാതൊരു രീതിയിലും കോൺഗ്രസിന് പുറത്തു പോയവരല്ലേ തൃണമൂൽ കോൺഗ്രസ്, അല്ലെങ്കിൽ മമതാ ബാനർജി, ശരത് പവാർ കോൺഗ്രസിന് പുറത്തു പോയതല്ലേ. ഇന്ത്യ മുന്നണിയുടെ തുടക്കഘട്ടം മുതൽ തന്നെ ഇവർ രണ്ടുപേരുമായിരുന്നു അല്പം സ്വരച്ചേർച്ചയില്ലാതെ നിന്നത്. തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതൊക്കെ ഒരിക്കലും, കാരണം തൃണമൂൽ കോൺഗ്രസിന് വളരണമെങ്കിൽ പൂർണ്ണമായി കോൺഗ്രസ് അവിടെ ബംഗാളിൽ അവസാനിക്കണം.
അപ്പം BJP വിരുദ്ധ സ്പേസ്, അപ്പോൾ LDF ഉൾപ്പെടെ ലെഫ്റ്റും കോൺഗ്രസും ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളും അവസാനിച്ചെങ്കിൽ മാത്രമേ BJPയുടെ കടന്നുകയറ്റത്തെ തൃണമൂൽ കോൺഗ്രസിനെ ചെറുക്കാനാവും ബംഗാളിൽ. അത് മമതയുടെ താല്പര്യമാണ്. അതിനകത്ത് ലോജിക് ഉണ്ട് താനും. കാരണം വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ BJP വിരുദ്ധ വോട്ടുകൾ പലതായി സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ അതിന് പ്രയോജനം BJPക്ക് ലഭിക്കുമെന്ന് എന്നതുകൊണ്ടാണ് മമത അങ്ങനെ പറയുന്നത്. അപ്പം മമതാ ബാനർജിയും കോൺഗ്രസും ബംഗാളിലെ കോൺഗ്രസും തമ്മിലും മമതാ ബാനർജിയും ബംഗാളിലെ CPM-ഉം തമ്മിലും യാതൊരു അടുപ്പമില്ലെന്ന് ഓർക്കണം. ഇതേ രീതി തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഒരു രീതിയിലും ഡൽഹിയിലെ കോൺഗ്രസ്സുകാർ ഉൾക്കൊള്ളില്ല. പഞ്ചാബിൽ എങ്ങനെയാണ് ഭഗവത് സിംഗ് മാൻ, അത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ആം ആദ്മി പാർട്ടിക്കാരനായ മുഖ്യമന്ത്രിയാണ്. എങ്ങനെയാണ് പഞ്ചാബിലെ ലോക്സഭാ സീറ്റുകളിൽ മഹാഭൂരിപക്ഷവും നേടിയത് കോൺഗ്രസ്സാണ്. പഞ്ചാബിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാലും ആം ആദ്മി പാർട്ടി ജയിക്കണമെന്നില്ല. അപ്പോൾ അവിടെ പ്രമുഖ കക്ഷി കോൺഗ്രസ്സാണ്. രണ്ടാമത്തെ വലിയ കക്ഷി ഇപ്പോഴത്തെ ഭരണകക്ഷിയായ ആപ്പാണ്, അല്ലെങ്കിൽ കട്ടക്ക് നിൽക്കുന്നു എന്ന് പറയാം. മറ്റ് കക്ഷികൾ അപ്രസക്തമായി BJPക്ക് വലിയ പേരോട്ടം ഇപ്പോഴും പഞ്ചാബിലില്ല എന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെ പരസ്പര രാഷ്ട്രീയ ശത്രുക്കൾ കേരളത്തിൽ എങ്ങനെയാണ് ഇന്ത്യ മുന്നണി കക്ഷികളാണ് CPM-ഉം കോൺഗ്രസും. എങ്ങനെയാണ് അവർക്ക് ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവുക? അപ്പോൾ ചില ആഭ്യന്തരമായ വൈരുദ്ധ്യങ്ങളുണ്ട്. ഒരു പൊതുശത്രുവിനെതിരെ ഒരു മിനിമം പ്രോഗ്രാം അനുസരിച്ച്, പക്ഷേ അവർക്കൊരു കോമൺ മിനിമം പ്രോഗ്രാം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വാസ് എ അലയൻസ് വിച്ച് വാസ് ഡെസ്റ്റൈൻഡ് ടു ബി ഡൂംഡ്. അത് പരാജയപ്പെടാനായി തന്നെ തൽക്കാലത്തേക്ക് തട്ടിക്കൂട്ടിയെടുത്ത ഒരു മുന്നണി മാത്രമായിരുന്നു ഇന്ത്യ മുന്നണി. ആം ആദ്മി പാർട്ടിക്ക് ഇപ്പം നമുക്കറിയാം ഡൽഹിയിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയതാണ്. ഇനി അങ്ങോട്ടുള്ള അവരുടെ ഭാവിയും അനിശ്ചിതത്വത്തിലല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ആം ആദ്മി പാർട്ടിക്ക് വലിയ ഭാവിയുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഒരു 10 വർഷം മുൻപ് അന്ന് വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഡൽഹിയിലെ മധ്യവർഗം നെഞ്ചോട് ചേർത്ത അഴിമതി വിരുദ്ധ പ്രതിച്ഛായുള്ള പാർട്ടി, എ പാർട്ടി വിത്ത് എ ഡിഫറൻസ്. തിരുവനന്തപുരത്ത് പാർലമെന്റ് മണ്ഡലത്തിലും സ്ഥാനാർത്ഥി നിർത്തി. കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടിക്ക് യൂണിറ്റുകൾ ഉണ്ടായി 5-8 വർഷം മുൻപ്, കോവിഡിനൊക്കെ മുൻപുള്ള സമയമാണ്. അപ്പം അരവിന്ദ് കെജ്രിവാൾ വലിയൊരു ഫോഴ്സായി വരുന്നു. അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിക്കെതിരെ വാരാണസിയിൽ മത്സരിച്ച് നല്ല പോരാട്ടം കാഴ്ചവെക്കുന്നു. അപ്പോൾ ഒരു പാൻ ഇന്ത്യ പാർട്ടിയായി വളർന്നു കയറുന്നു. ഗുജറാത്തിലേക്ക് ആം ആദ്മി പാർട്ടി ചൂടുമാറുന്നു. ഗുജറാത്തെ ഗോവ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അവിടെ മുതലാണ് സംഭവങ്ങൾ പിടിവിട്ടു പോയത്. അതിന് പണം വേണം. ഡൽഹിയിൽ മത്സരിക്കുന്നതിന് ഒരു ആശയം മതിയാകും. അവിടെ പണം ഒരു വലിയ വിഷയമല്ല. അങ്ങനെയാണ് മദ്യ നയ അഴിമതിയിലേക്ക് ആം ആദ്മി പാർട്ടി വന്നത്. സദേൺ ലോബി, ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് കവിതാ റാവു ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇൻവോൾവ്മെൻറ്റ്, അങ്ങനെ വൻകിട കോർപ്പറേറ്റുകളുമായി ചേർന്നുകൊണ്ട് 100 കോടി രൂപയുടെ ഡീല് നടക്കുകയും ആ പണം ഈ ഒരു ദേശീയ പാർട്ടി ആം ആദ്മി പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ ഗുജറാത്തിലും ഗോവയിലും അല്ലെങ്കിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും നിശ്ചിത ശതമാനം വോട്ട് ഷെയർ ഉണ്ടാകണം, അല്ലെങ്കിൽ സീറ്റുകൾ ഉണ്ടാകണം. അതിൽ അവർ വിജയിച്ചു. പക്ഷേ നഷ്ടപ്പെടുത്തിയത് പ്രതിച്ഛായയാണ്. അപ്പോൾ പഞ്ചാബ് തന്നെ ഒരു വലിയ നേട്ടം തന്നെയാണ്. ആം ആദ്മി പാർട്ടിക്ക് സ്വാഭാവികമായി കടന്നു കയറാനാവാത്ത ഒരിടം. അവിടെ ഒരു കർഷക സമൂഹം, പക്ഷേ കർഷക സമൂഹത്തിൻ്റെ താല്പര്യത്തിന് അനുരൂപമായി പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയുന്നു. അപ്പോൾ കോൺഗ്രസിനോടും BJPയോടുമുള്ള വിരോധം വോട്ടുകളുടെ രൂപത്തിൽ നേടിയെടുക്കാൻ പഞ്ചാബിലൂടെ കഴിഞ്ഞു. ഹരിയാനയിൽ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. അവിടെ ക്ലച്ച് പിടിച്ചില്ലല്ലോ. അതുകൊണ്ട് ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊന്നും തന്നെ, ഉത്തർപ്രദേശിലൊന്നും ആം ആദ്മിക്ക് കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ജാതി രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന ഇടങ്ങളിലൊന്നും തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഡോളിംഗ് പൊളിറ്റിക്സ്, അതായത് ഫ്രീബീസ് കൊടുത്തുകൊണ്ട് ഫ്രീ ആയി കാര്യങ്ങൾ, ഇലക്ട്രിസിറ്റി, വിദ്യാഭ്യാസം, യാത്രാ സൗകര്യം എല്ലാം കൊടുത്തുകൊണ്ട് ഒരു ചെറിയ കൂട്ടം ആളുകളെ, അർബൻ ആളുകളെ തടുത്തു കൂട്ടാൻ കഴിയും. പക്ഷേ ജാതി രാഷ്ട്രീയത്തിൻ്റെ തട്ടകങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് പിഴയ്ക്കുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു പ്രതിച്ഛായ കൂടിയാണ് ആപ്പിന്. അത് ഡൽഹി മദ്യനയ അഴിമതി ഇപ്പോഴും ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നു. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ എത്ര ന്യായം പറഞ്ഞാലും ഒരു മാർജിനിട്ട് മാത്രമേ മറ്റ് പാർട്ടികൾ അതിനെ എടുക്കൂ. മുൻപത്തെ പ്രഭാവം ഇപ്പോൾ ഇല്ല. ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ കോൺഗ്രസ് ആശ്വസിക്കുന്നുണ്ടാകാം. ഗുഡ് റിഡൻസ് ആയിക്കോട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.